നമ്മുടെ മനോഹരൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നില്ലേ? ഞാൻ അയാളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ അയാളുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ വെച്ച് കണ്ടു. അവർ രണ്ടുപേരും അടുത്ത കൂട്ടുകാരാ. അന്ന് എന്തോ വരാൻ സാധിച്ചില്ല. എല്ലാ അച്ഛനോട് നേരിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇനി എന്നോടെന്ത് പറയാനിരിക്കുന്നു? എല്ലാം നിന്നോട് പറഞ്ഞു കഴിഞ്ഞില്ലേ? എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പോ കല്യാണക്കാര്യങ്ങളെല്ലാം നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ച് തീരുമാനിച്ചു അല്ലേ? അയ്യോ, ഞാനൊന്നും തീരുമാനിച്ചില്ല. അതൊക്കെ അച്ഛൻ തീരുമാനിക്കണം. അച്ഛന്റെ ഇഷ്ടമാ എന്റെ ഇഷ്ടം. രമേശിനെ നീ വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞാൽ? അച്ഛൻ, എന്റെ അച്ഛൻ അങ്ങനൊന്നും പറയില്ല. എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? എനിക്കറിയാം. നല്ല അച്ഛൻ. മനോഹര എന്നടാ ഉള്ള ഇറങ്ങി പാട ഓടില്ല. രണ്ടു മൂന്ന് ദിവസമായിട്ട് നീ എന്നെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ലടാ. ഈ ആഴ്ചത്തെ കാശോടെ ഇനി നിനക്ക് ഒരൊറ്റ കാശ് തരും. അതെന്താ? അപ്പൊ നിന്റെ കള്ളക്കളിയൊക്കെ ഞാൻ അമ്മയോട് പറയട്ടെ. അമ്മായി എവൻ പറഞ്ഞോ? പക്ഷെ അമ്മയ്ക്ക് സംഗതികളെല്ലാം അറിയാം. ഈ ആഴ്ചത്തെ വട്ടച്ചെലവ് ഞാൻ ഇനി അങ്ങോട്ട് പോകും. ഇനിയും വട്ടച്ചെലവിന് കാശ് വെച്ച് വന്നാലേ നിന്റെ മുട്ടുകാർ തള്ളി വിളിക്കും. ഞാൻ വീമ്പോറ വരട്ടാ ഹോട്ടലി വിളമ്പുടോ എന്റെ വീമ്പോറച്ചിലുണ്ട്. നീ എന്താ ജോലിക്ക് പറ? ലീവ. അതെ, ഞാൻ ജോലി വിട്ടു. നീ ജോലി വിട്ട പിന്നെ നീ എന്താ ചെയ്യാൻ പോവാ? സിനിമയിൽ ചേർന്നു. ഓ, ഹോട്ടലുകാർക്ക് ചായ കൊടുത്ത നീ സിനിമാക്കാർക്ക് ചായ കൊടുക്കാൻ പോയില്ലേ? അല്ല, അഭിനയിക്കാൻ പോന്നു. നീ പറഞ്ഞ സത്യമാണോടാ? സത്യം. വെച്ചുമ്പോ തമാശ പറയാം, എന്നെ വിഷമിപ്പിക്കലടാ. ഞാൻ എന്റെ പേര് മാറ്റി. എന്താ പേര്? പപ്പു. ഇളിച്ചവായ മനോഹരൻ ഫിലിം സ്റ്റാർ പപ്പു. റാണാടാ പപ്പു. നീ പങ്കെടുന്ന് വിളിച്ചോടില്ല. പപ്പുട്ടാ, നിങ്ങൾ വളരണം, വലിയ നടനാകണം, ധാരാളം പണം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ താഴാൻ തയ്യാറാണ്. എന്റെ ജീവനൊന്നും എനിക്ക് വേണ്ട. അയ്യോ പപ്പേട്ടൻ വലിയ സിനിമാ നടനായ ശരീരം അനങ്ങി ഞാൻ എന്തിന് ജോലി ചെയ്യണം പപ്പേട്ട? അയ്യോ, സന്തോഷമായി പോയെന്നറിയാം. പപ്പേട്ടാ എന്നാ പോരാ. ശരിയായില്ല, ശരിയായില്ല. ഇന്ന് മുതല് ഞാൻ പപ്പേട്ടന്റെ സെക്രട്ടറി. ഇനി ഞാൻ എന്തോ ചെയ്യണം? ഒരു കാര്യം മനസ്സിലായി. എന്നാ? സിനിമയിൽ എങ്ങനെയാ ഗ്ലാമർ വരുന്നെന്ന്. ഇങ്ങനെ ഒരു 4 അടി അടിച്ചാലേ ആരുടെ മുഖത്ത് നീര് വന്ന് ഗ്ലാമർ വന്നു. உள்ள வந்த உடனே பெரியவங்க மாதிரி ட்ரீட்மெண்ட் வேணும்ல? முடிஞ்சு போச்சு. முடிஞ்சு போச்சா? முடிஞ்சு போச்சு. வணக்கம். வாங்க வாங்க. ரெடியா? ரெடியா. உட்காருங்கம்மா. ഞാൻ എപ്പോഴും വരാം. ഈ സീനിലാണ് ആദ്യമായിട്ട് ഹീറോ വന്ന് ഇങ്ങനെ ഹീറോയിനെ നീക്കി കഴിഞ്ഞു. ആദ്യമായിട്ടാണ്. ഇതാണ് നമ്മുടെ പടത്തിലെ ഹീറോ, പുതുമുഖം പപ്പു. നമസ്കാരം. നമസ്കാരം. ഷൂ എന്റെ ഡ്രസ്സെല്ലാം ചീത്തയാക്കി. സാരമില്ല ലീനാമ്മേ. സാറേ, അതിന്റെ അമ്മയാണ് ഇത്. അങ്ങനല്ല, മലയാള സിനിമയിലെ എല്ലാ നായികമാരെയും ഞങ്ങൾ അമ്മ ചേർത്താണ് വിളിക്കാറുള്ളത്. എന്തിനാ സാറേ ഈ പുതുമുഖങ്ങളുടെ കൂടെ ഇട്ട് എന്റെ ഉയരെടുക്കുന്നത്? നന്നായിട്ട് എന്ത് ചെയ്യാം? സാറ് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? കേട്ടോ സാറേ, ഞാൻ കുറെ ദിവസങ്ങളായി ഈ പുതുമുഖങ്ങൾക്ക് കൊടുക്കാറേ ഇല്ലായിരുന്നു. എന്താണ്? കോൾ ഷീറ്റ്. ഞാൻ അച്ഛനൊക്കെ വിളിച്ചേ. ചൂല് ഈ സീനിൽ വേണമെന്ന് 100 പ്രാവശ്യം നമ്മുടെ മാനേജർ ആടിഭാഗത്തിനോട് പറഞ്ഞു. അതെ, എപ്പോ ചോദിച്ചാൽ ചൂല് താനെ കൊണ്ടാറ് എല്ലാം പറഞ്ഞു ഉയ്യെടുത്ത് ഡയലോഗ് ചൊല്ലിക്കൊടു.
താൻ ഇവിടുത്തെ വേലക്കാരനാണ്. ഇവര് തന്റെ കൊച്ചമ്മ മിസ് ലീന. ലീനാമ്മ ഇവർക്ക് തന്നെ വലിയ കാര്യം കാണാൻ വേണ്ടിട്ട് തനിക്ക് ഒരു വലിയ ഇഷ്ടമാണ്. എന്താ കാര്യം? സാറേ എന്താ കാര്യം? അതാണോ കാര്യം? അങ്ങനെ ഒരു ദിവസം താൻ അവരെ റേപ്പ് ചെയ്തു. ഞാൻ അല്ലെങ്കിൽ അവര് തന്നെ ചെയ്തുകൊണ്ടിരിക്കട്ടെ. എന്തൊരു കഷ്ടം നോക്കി. ഇവിടെ ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. ആദ്യം അവരവരുടെ ഡയലോഗ് പറയും. എന്ത് അതവര് പറയുമ്പോ കേട്ടോ. താൻ പറയേണ്ട ഡയലോഗ് ഇതാണ്: എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞേ. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. വളിച്ചമാരി പറയലടൂ. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. പിന്നെ റേപ്പല്ലേ? അത് ഈ അമ്മ ചെയ്തോളൂ. ദൂരമുണ്ടോ? ചേട്ടാ പുതുവുമായിട്ട് ഇങ്ങനെ ഫീൽഡിലേക്ക് വന്നേ ഉള്ളൂ. ഉടനെ വേണം വെള്ളം. അയ്യോ എന്റെ പൊന്നു സാറേ, ഒന്ന് വേഗം എടുക്കാവുന്നേ. ഇതുകൊണ്ടായി പുതുമുഖങ്ങളുടെ കൂടെ ഞാൻ അഭിനയിക്കില്ല എന്ന് പറയുന്നത്. സാറേ എനിക്ക് ഷൂട്ടിങ്ങുണ്ട്. ലിനമേ, ഇത് നായിക ചൂലുകൊണ്ട് അടിച്ചു പോയിരുന്നു. അങ്ങനെ രംഗം തുടങ്ങുന്നു. ഒന്ന് അടിച്ചു വരുക. എന്റെ തൊണ്ടയ്ക്ക് വല്ലാതെ. സാർ എന്തെങ്കിലും കുടിക്കാൻ? ജ്യൂസ്, കൊക്കക്കോള, ലിംക, ചായ, കാപ്പി. സാറേ ഞാൻ റെഡി. ഞാനൊന്ന് കാണിക്കട്ടെ. കാണിച്ചു. മൈ ഗോഡ്, അങ്ങനെയല്ലമ്മ. വരൂ. അതെ, കൂത്ത് വരാൻ ഡയറക്ടർ പെണ്ണുങ്ങളെ കൈപിടിച്ച് കാണിക്കുന്നു. ഡയലോഗ് കൊടുത്തില്ലേ? ഡയലോഗ് പറയൂ. എനിക്ക് കൊച്ചിനെ വളരെ ഇഷ്ടമാണ്. അയ്യോ സാറേ, എനിക്ക് തന്നില്ല. നന്ദൻ 23/2 സർ. 23/2 പറയൂ. 23/2 അതിന് നേരത്തെ പഠിച്ചു കഴിഞ്ഞു സാർ. പിന്നെ വേണമെങ്കിലേ ഈ പുതുമുഖത്തിലെ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തേക്കോ? ഞാൻ റെഡി. ബൈ ദ ബൈ, എന്താ പേര്? പപ്പു. ഓ ബ്യൂട്ടിഫുൾ നെയിം. കേട്ടോ പപ്പു, എന്നെ പോലെയുള്ള വലിയ നടികളുടെ കൂടെ അഭിനയിക്കുന്നു എന്ന് വിചാരിച്ച് ഭയപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. ധൈര്യമായിട്ട് ചെയ്തോളൂ. എനിക്ക് പേടിയൊന്നുമില്ല. എന്നെ പോലുള്ള പുതുമുകളുടെ കൂടെ അഭിനയിക്കുമ്പോ മിസ് ലീന, ക്ഷമിക്കണം, ലീനാമ്മ അഭിനയിച്ച് കുറവൊന്നും കാണിക്കണ്ട. ധൈര്യമായിട്ട് അഭിനയിച്ചു. കേട്ടോ സാറേ, പയ്യൻ തമാശക്കാരനാണെന്ന് തോന്നുന്നല്ലോ. കൊച്ചി കള്ള, നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാ. നിന്റെ ആട്ടവും നിന്റെ ചാട്ടവും നടപ്പും ചാടി വാക്കുകളും. അയ്യോ എന്താ സാറേ കട്ട് ചെയ്തത്? ചാടിവാക്കല്ലമ്മ, ചാടുവാക്ക്. അയ്യോ അതിലൊരു വള്ളി മാത്രമല്ലേ കുറഞ്ഞുള്ളൂ. അമ്മയ്ക്കൊരു ചെറിയ വള്ളി നിസ്സാരമാണ്. ഞങ്ങൾക്ക് ആ വഴി വളരെ വലുത്. നന്നായിട്ട് പറഞ്ഞു കൊടുത്താൽ സാറേ, ഞാനിങ്ങനെ പറയുന്നതാ എന്റെ ആരാധകന്മാർക്ക് വലിയ ഇഷ്ടം. അയ്യോ ദേവി, ഇത് എന്റെ പണത്തിന് നല്ല മലയാളം പറയണം. അയ്യോ, അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് ശരിയില്ലായിരുന്നോ? അല്ല, ഉച്ചാരണം. ഓഹോ, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ടേക്ക് ശരിയാക്കാം. ഓ എന്ത് ചൂട്. ഫൈനോ
போதுமா சார்?